ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് VR എന്ന സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പിസോഡിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് പുമ്മാണെങ്കിൽ ഭീമിൻ്റെ അടുത്ത് ക്ലോസായി ചെന്നിട്ട്, നിനക്ക് നല്ല വലിയൊരു മൂക്കാണുള്ളത്, നല്ല രസമുള്ള കണ്ണാണുള്ളത്, പിന്നെ നിൻ്റെ ചുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചുണ്ടിലേക്ക് പതുക്കെ തൊട്ട ശേഷം അവനെ കിസ് ചെയ്യാനായിട്ട് അവൻ്റെ അടുത്ത് ചെല്ലാണ്. ഭീമും അവൻ്റെ കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കിസ് ചെയ്യാറായെന്നും പറഞ്ഞ് തൊട്ടടുത്തെത്തിയതും കറക്റ്റ് ഭീമിൻ്റെ ആൻറ്റി അങ്ങോട്ടേക്ക് വന്നിട്ട് കാറിൻ്റെ വിൻഡോയിൽ തട്ടിയ ശേഷം അവരിങ്ങനെ വിളിക്കുകയാണ്. ആ ടൈമിൽ പെട്ടെന്ന് ഇവരുടെ കൂടെ ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയം ഭീമിനെ കൊണ്ടുവിട്ടതിന് ഭീമിനെ കൊണ്ടുവിട്ടതിന് താങ്ക്സ് എന്നൊക്കെ ഭീമിൻ്റെ ആൻറ്റി പറയാണ്. എന്നിട്ട് പുമ്മിനോട് പോകുന്നതിനും വന്ന് വല്ലതും കുടിച്ചിട്ടൊക്കെ പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം പുമ്മ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാറെടുത്ത് പോവാണ്. ഈ ഒരു ടൈമിന് ഭീമാണെങ്കിൽ പുമ്മ അവനെ കിസ് ചെയ്യാനായിട്ട് ക്ലോസ് ആയി ചെന്നത് ആലോചിക്കുകയാണ്. ഭീമിൻ്റെ ആൻറ്റി ആണെങ്കിൽ അവനോട്, അല്ല നീയും പുമ്മും കൂടെ കാറിട്ടകത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഭീം ഒന്നുമില്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഭീമിൻ്റെ ആൻറ്റി ഒന്നുമില്ലേ, കുറേ നേരം നിങ്ങളുടെ കൂടെ കാറിൻ്റെ അകത്ത് ഇരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അതും ചോദിച്ച് അവൻ്റെ പുറകെ പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം പുമ്മും അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ബിയറും മിക്കും കൂടെ ആയിട്ട് കോളേജ് ക്യാൻറ്റീനിലിരിക്കുന്നതാണ്. ആ സമയം അവിടെ ഇരുന്ന ഡ്രിങ്ക്സ് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം പീമും പുമ്പും കൂടെ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ പുമ്മിനെ എരിച്ചപ്പോഴത്തേക്കും പീം അവിടെ ഇരുന്ന തണുത്ത വെള്ളത്തിൽ അവൻ്റെ കൈ നനച്ചിട്ട് പുമ്മിന് ചുണ്ടിൽ വെച്ചു കൊടുത്ത ആ ഒരു കാര്യം അവൻ ആലോചിക്കുകയാണ്. അങ്ങനെ അതാലോചിച്ചിട്ട് ബ്ലഷ് അടിച്ച് ചിരിച്ചുകൊണ്ട് പുമ്മിരിക്കുകയാണ്. അങ്ങനെ സ്ഥിരകാലബോധം ഇല്ലാതെ അവനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ബിയർ ശ്രദ്ധിച്ചിട്ട്, അല്ല നീ ആരെ ആലോചിച്ചിട്ടാണ് ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് പുമ്മാണെങ്കിൽ ഞാൻ ആരെ ആലോചിച്ചിട്ട് ചിരിച്ചതെന്നല്ല, അത് പിന്നെ ഞാനൊരു കോമഡി സംഭവം ഓർത്തിട്ട് ചിരിച്ചതെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ഫാങ് വരികയാണ്. അങ്ങനെ ഫാങ് വന്നിട്ട് എന്താ സംസാരിക്കുന്നതെന്ന് വെച്ചപ്പോൾ ബിയറാണെങ്കിൽ ദാ ഇവിടെ പുമ്മാണെങ്കിൽ ആരെയോ ആലോചിച്ചിരുന്ന് ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം പുമ്മ് ഞാൻ ആരെ ആലോചിച്ച് ചിരിച്ചല്ല, സത്യമായിട്ട് ഞാനൊരു കോമഡി സംഭവം കണ്ട് ചിരിച്ചതെന്ന് പറയാണ്. ഇതേ ടൈമിന് മിക്ക് അവിടെ അവൻ്റെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ 24 മണിക്കൂറും ഗെയിം കളിപ്പ് തന്നെയാണ് പണി, പണ്ട് തൊട്ടേ ഇവനിതാണ് പണി. അപ്പോൾ ഇത് ഫാങ്ങിനും അറിയാം. അങ്ങനെ ഫാങ് അങ്ങോട്ട് എന്നിട്ട് മിക്കിൻ്റെ അടുത്ത് എന്തിനാ എപ്പോഴും ഇങ്ങനെ ഗെയിം കളിക്കുന്നത്, ഭയങ്കര അഡിക്ഷൻ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും മിക്ക് കേട്ടതേ ഇല്ല. ആ ഒരു ടൈമിന് മിക്ക് കളിച്ചുകൊണ്ടിരുന്ന ഗെയിം ജയിക്കുകയാണ്. അങ്ങനെ അവൻ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഫാങ് അവിടെ ഇരിക്കുന്നത് പോലെ അവൻ കാണുന്നത്. ആ സമയം ഫാങ്ങിൻ്റെ അടുത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങാണ്. ആ ഒരു ടൈമിന് കഴിഞ്ഞ ദിവസം ടോയിന് ഈ കോളേജിൽ വെച്ച് കണ്ട കാര്യമൊക്കെ ഫാങ്ങിൻ്റെ അടുത്ത് പുമ്മ് പറയാണ്. ആ ടൈമിനാണ് ഫാങ് പറയുന്നത് ടോയ് ഇതേ കോളേജിൽ തന്നെ ഉണ്ടെന്ന്. അങ്ങനെ ഫാങ് എനിക്കൊന്ന് ടോയിനെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഫാങ് ആണെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയാലോ, അവിടെയാണെങ്കിൽ അവരുടെ വർക്കെല്ലാം ആർട്ട് ഗാലറിയിൽ വയ്ക്കുന്നുണ്ട്, അവിടുത്തെ സ്റ്റുഡൻസ് ചെയ്തത്, അത് നമുക്ക് പോയി കണ്ടാലോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട്. പുമ്മിന് ഈ ഒരു കാര്യങ്ങളൊന്നും തീരെ താല്പര്യമില്ല, പ്രത്യേകിച്ച് ആർട്ടിൻ്റെ കാര്യത്തിൽ തീരെ താല്പര്യമില്ല. പക്ഷെ അവനാണെങ്കിൽ ഇത് കേട്ടപാടെ സമ്മതിച്ച് കണ്ടിട്ട് ബിയറാണെങ്കിൽ, അല്ല ഈ വക കാര്യങ്ങളിൽ നിനക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് പുമ്മാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട്, അത് പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നുമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ടോയിനെ മീറ്റ് ചെയ്യാമല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോയിനെ കാണാനൊന്നും ആയിരിക്കത്തില്ല, മിക്കവാറും ഭീമിനെ കാണാനായിരിക്കും അവൻ അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് നിൽക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ടോയിയും മാത്യുവും കൂടെ ആയിട്ട് അവൻ്റെ ഡ്രോയിങ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് മാത്യുവിൻ്റെ ഡ്രോയിങ് ആയിരുന്നു. മാത്യു ആണെങ്കിൽ ആ ഡ്രോയിങ് ടോയിനെ കാണിച്ചിട്ട് ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടോയ് ആണെങ്കിൽ നിനക്ക് ഇനിയും കുറേ പാർട്ട് ഷെയ്ഡ് ചെയ്യാനുണ്ട്, കുറച്ചുകൂടെ ഷെയ്ഡിങ് വേണം, ഷെയ്ഡ് ചെയ്ത കുറവാണെന്ന് പറയാണ്. ഇതേ സമയം അങ്ങോട്ടേക്ക് പീമും ക്യൂവും വരുവാണ്. അങ്ങനെ പീമിനെയും ക്യൂവിനെയും കണ്ടിട്ട് ടോയും മാത്യുവും കൂടെ ഹായ് പറയുന്നുണ്ട്. അവരും തിരിച്ച് ഹായ് പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് മാത്യു അവൻ്റെ ആ ഡ്രോയിങ് കൈ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടിട്ട് ടോയും പീമും, അല്ല ഇതെന്താ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ ഒരു ടൈമിന് മാത്യു ആണെങ്കിൽ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു ഡ്രോയിങ് ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിന് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്, അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാനായിട്ട് ഞാൻ ടോയിൻ്റെ അടുത്ത് പറയായിരുന്നു എന്ന് പറയാണ്. ആ ടൈമിന് ക്യൂ ആണെങ്കിൽ ആ ഒരു ഡ്രോയിങ് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഇനിയും കുറച്ചുകൂടെ ഷെയ്ഡ് ചെയ്യാനുണ്ട്, ഷെയ്ഡ് ചെയ്തത് കുറഞ്ഞു പോയെന്ന് പറയാണ്. ടോയ് എങ്ങനെയാണോ പറഞ്ഞത് അതേ എക്സാക്റ്റ് ആയിട്ടായിരുന്നു ക്യൂവും പറഞ്ഞത്. അങ്ങനെ ഇത് കേട്ടപ്പോൾ മാത്യുവിന് മനസ്സിലായി ടോയ്ക്ക് ഡ്രോയിങ്ങിൽ കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങിയെന്ന്. അങ്ങനെ അതും പറഞ്ഞ് ടോയിനെ ഒന്ന് പുകഴ്ത്തിയ ശേഷം ക്യൂവിൻ്റെ അടുത്തും കൂടെ ആയിട്ട് ടോയും ഇതേ സെയിം കാര്യമാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്യൂ ടോയിൻ്റെ അടുത്ത് ബാക്കിയുള്ളവരെ വർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പഠിച്ചു, ഇനി നീ നിൻ്റെ സ്വന്തം വർക്ക് നന്നാക്കാൻ പഠിക്കുന്നു പറഞ്ഞ് അവനിട്ടൊന്ന് താങ്ങാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്ന ടോയുടെ പെൻസിൽ ബോക്സ് അതും എടുത്തുകൊണ്ട് ക്യൂ ഓടിപ്പോവാണ്. അതിൻ്റെ അകത്തൊരു 4-5 പെൻസിലുണ്ടായിരുന്നു. ക്യൂ ആണെങ്കിൽ അതെടുത്തോട്ട് ഓടിപ്പോകുന്ന ടൈമിന് ടോയ് അതെനിക്ക് വേണം, എനിക്ക് ക്ലാസ് ഉള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ക്യൂ അത് കേൾക്കുന്നില്ല. അവൻ ആ ബോക്സ് എടുത്തുകൊണ്ട് അവൻ്റെ ക്ലാസ്സിലേക്ക് ഓടാണ്. അതിനുശേഷം കാണിക്കുന്നത് ക്യൂവും ഭീമും കൂടിയായിട്ട് അവരുടെ ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്. ആ ടൈമിന് അവരുടെ സാറാണെങ്കിൽ അവരുടെ അടുത്ത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേറൊരു അസൈൻമെൻറ്റ് തരാൻ പോവാണ്, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇത് ഹോംവർക്കായിട്ട് ചെയ്തുകൊണ്ട്
കൊണ്ടുവരണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റ് കാണുമല്ലോ, അയാളുടെ ഒരു വർക്ക് എടുത്തിട്ട് ആ വർക്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് ചേർത്തിട്ട് നിങ്ങൾ അതൊരു ഡ്രോയിങ് ആക്കി ചെയ്തുകൊണ്ട് വരണമെന്ന് പറയാണ്. അങ്ങനെ സാർ ഇത് പറയുന്ന ടൈമിന് ക്യൂ ആണെങ്കിൽ സാറിനെ ശ്രദ്ധിക്കാതെ അവിടെ ടോയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ പെൻസിലെല്ലാം ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു 4-5 പെൻസിലുണ്ട്, അവനിതൊന്നും ശ്രദ്ധിക്കാതെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാർ ഇത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഭീമാണെങ്കിൽ എൻ്റെ ദൈവമേ, വീണ്ടും ഞാൻ പാതിരാത്രി വരെ ഇരുന്ന് വരയ്ക്കേണ്ടി വരുമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർക്കുള്ള അസൈൻമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ ക്ലാസ് തീർന്നുകൊണ്ട് തന്നെ അവരുടെ സാറ് അവിടെ നിന്ന് പോവാണ്. സാറ് പോയ സ്പോട്ടിൽ തന്നെ അവിടെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരുന്ന ടോയുടെ പെൻസിലെല്ലാം എടുത്ത് അവൻ്റെ ബോക്സിൽ വെച്ചിട്ട് ക്യൂ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടാണ്. പീമും ഫായും ഇത് കണ്ടിട്ട് നീ ഇത് എവിടെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ക്യൂ ഒരു മറുപടിയും പറയുന്നില്ല. പെട്ടെന്ന് ഫായി ആണെങ്കിൽ മിക്കവാറും വരയ്ക്കാനുള്ള ഐഡിയ ഇപ്പം തന്നെ അവൻ്റെ തലയിൽ വന്ന് കാണും, അതുകൊണ്ടൊരിക്കൽ സ്പീഡിന് വരയ്ക്കാനായിട്ട് ഓടുന്നതെന്ന് പറയാണ്. ഈ ടൈമിന് ടോയിനെയും മാത്യുവിനെയും കാണിക്കുമ്പോൾ അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അവരങ്ങനെ ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. ഇതേ ടൈമിന് ടോയുടെ പെൻസിലെല്ലാം ക്യൂ എടുത്തുകൊണ്ട് പോകേണ്ട തന്നെ ടോയ് എന്ത് ചെയ്യുന്നോർത്ത് വിഷമിച്ചിരിക്കായിരുന്നു. മാത്യു അത് കണ്ടിട്ട് നീ വിഷമിക്കാതിരിക്കുക, എൻ്റെ പെൻസിൽ ഞാൻ നിനക്ക് വരയ്ക്കാനായിട്ട് തരാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ടോയ് ആണെങ്കിൽ ക്യൂവിന് എന്നെ കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ക്യൂ എന്താ ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് അവൻ വിഷമിച്ചിരിക്കുകയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ക്യൂ വന്നിട്ട് ആ ഒരു ബോക്സ് ടോയ്ക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നടന്നു പോവാണ്. ആ ടൈമിന് ടോയ് ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നോക്കിയപ്പോൾ അതിനകത്തുള്ള എല്ലാ പെൻസിലും ക്യൂ ആണെങ്കിൽ ഷാർപ്പൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ടോയ്ക്ക് മനസ്സിലായത് ക്യൂ ഇത് ഷാർപ്പ് ചെയ്യാനായിട്ടാണ് അവൻ്റെ നിന്ന് എടുത്തുകൊണ്ട് പോയെന്ന്. അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കും ടോയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ പീമും ഫായും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ആ ഒരു ടൈമിൽ ക്യൂ ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിയതും ഇതുവരെ തിരിച്ചു വരാത്തതും അവൻ എവിടെ പോയിരിക്കുമായിരിക്കും എന്നൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് അവൻ്റെ കാറിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അതാരാണെന്ന് കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ല. ആ സമയം പുമ്മാണെങ്കിൽ അവൻ്റെ ആ വണ്ടിയുടെ ആ വിൻഡോ താഴ്ക്കാണ്. ആ ടൈമിന് എല്ലാവരും അവരെ കണ്ടിട്ട് ഇതാരാന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ടൈമിന് കറക്റ്റ് പീം അവൻ്റെ അടുത്തേക്ക് നടന്നതല്ലാണ്. അപ്പോൾ അവിടെ നിന്ന് പിള്ളേരെല്ലാവരും ഇതാരാ പീമിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പുമ്മും പീമും കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും അവിടെ നടന്നു പോവാണ്. ആ സമയം പീമ് അല്ല എന്തിനാ വന്നതെന്ന് വെച്ചപ്പോൾ പുമ്മാണെങ്കിൽ നിനക്കുള്ള അടുത്ത ജോലി തരാനാണ് വന്നത്, വന്ന് കാറി കയറാൻ പറയാണ്. അങ്ങനെ പീമാണെങ്കിൽ ചെന്ന് കാറി കയറാണ്. അതിനുശേഷം ടോയ് ആണെങ്കിൽ അവൻ്റെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ടൈമിന് ക്യൂ അവൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഡ്രോയിങ് ചെയ്യുന്ന കാണാണ്. അങ്ങനെ ടോയ് നേരെ ക്യൂവിൻ്റെ അടുത്ത് ചെന്നെടുത്ത ശേഷം നേരത്തെ പെൻസിലൊക്കെ ഷാർപ്പൻ ചെയ്ത് കൊണ്ടുവന്നതിന് താങ്ക്സ് എന്ന് പറയാണ്. എന്നിട്ട് ക്യൂ വരയ്ക്കുന്ന ഡ്രോയിങ് കണ്ടിട്ട് ഇത് സാറ് തന്ന പുതിയ അസൈൻമെൻ്റ് ആണെന്ന് വെച്ചപ്പോൾ അതെ, പുതിയ അസൈൻമെൻ്റ് ആണ്, നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഡ്രോയിങ് നമ്മുടേതായ ഐഡിയ വെച്ചിട്ട് വരയ്ക്കാനാണ് അസൈൻമെൻറ്റ് തന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്യൂ വരയ്ക്കുന്നത് ടോയ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ടൈമിന് പുമ്മാണെങ്കിൽ പീമിനെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പീമാണെങ്കിൽ ഞാൻ എന്ത് ജോലി ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. പുമ്മപ്പോൾ റൂം ഫുൾ വൃത്തികേടായിട്ട് കിടക്കുകയാണ്, നീ ക്ലീൻ ആക്കണമെന്ന് പറയാണ്. പക്ഷേ പീമ് നോക്കിയപ്പോൾ റൂം ഫുള്ള് നല്ല നീറ്റായിരുന്നു. ആ ടൈമിന് പുമ്മാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് പൊടിയുണ്ട്, ഈ കുഞ്ഞു പൊടിയൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ കണ്ണിൽ പെടത്തില്ല, അതുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ ഫുള്ള് ക്ലീൻ ചെയ്യ്, പിന്നെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യണം, അവിടെ ശരിക്കും പൊടിയുണ്ട്, ഞാനൊന്ന് ഉറങ്ങാൻ പോകാൻ ഇറങ്ങിയിട്ട് അവനോട് സോഫയിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ പീമാണെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ പുമ്മ് അവൻ്റെ ഒരു പാവക്കുട്ടീനെ എടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് നിന്നിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെന്ന് നിന്ന് പീമ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് പുമ്മ് ഇവിടെ അഴുക്കൊന്നുമില്ല, പോയി അങ്ങോട്ട് ചെന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ പീമത് കേൾക്കാതെ അവിടെ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പുമ്മ ടൈമിൽ നിന്നോട് അങ്ങോട്ടല്ലേ പോകാനായിട്ട് പറഞ്ഞത്, അവിടെ ചെന്ന് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്കും പീമ് പുമ്മിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അവൻ്റെ കയ്യിരുന്ന പാവക്കുട്ടീനെ പിടിച്ചു വാങ്ങിച്ചിട്ട് ഇതെന്താ സാധനം എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് പുമ്മ് നിനക്ക് അറിഞ്ഞൂടെ ഇതൊരു പാവയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം പീമ് അതെനിക്കറിയാം, പക്ഷേ നിന്നെ പോലെ വലുതായ ഒരാൾ പാവക്കുട്ടീനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് പുമ്മാണെങ്കിൽ അവൻ്റെ പാവക്കുട്ടീനെ തിരിച്ചു വാങ്ങിച്ചിട്ട് വീടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ പീമാണെങ്കിൽ പുമ്മിരുന്ന സോഫയിലുണ്ടായിരുന്ന തലേണ എടുത്തിട്ട് അതിൽ പൊടി തട്ടുന്നത് പോലെ പുമ്മിൻ്റെ മുഖത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് പൊടി തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ പുമ്മത് മനസ്സിലായിട്ട് എൻ്റെ മുന്നിൽ വെച്ചാണോ ചെയ്യുന്നത്, അങ്ങോട്ട് മാറ്റിക്കൊണ്ട് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ പീമത് കേൾക്കാതെ പുമ്മിൻ്റെ മുഖത്തിൻ്റെ ഫ്രണ്ടിൽ പിടിച്ച് വെച്ചുകൊണ്ട് തന്നെ പൊടി തട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ടൈമിൽ പുമ്മും ഒരു തലേണ എടുത്തിട്ട് പീമിനെ അടിക്കുകയാണ്. അങ്ങനെ അവനോടൊരു പില്ലോ ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ അത് അധികം നേരമൊന്നും നീണ്ടുപോയില്ല. പെട്ടെന്ന് തന്നെ രണ്ടുപേർ ചെന്ന് സോഫയിലേക്ക് വീണപ്പോൾ തന്നെ രണ്ടുപേരും തമ്മിൽ ആക്സിഡൻ്റലി കിസ്സാവുന്നുണ്ട്. അങ്ങനെ കിസ്സായി കഴിഞ്ഞതും ഇവരോട് ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് ബിയറും മിക്കും കൂടെ കയറി വരാണ്. അങ്ങനെ ഇവരോട് ഇങ്ങനെ ക്ലോസ് ആയിരിക്കുന്ന കണ്ടിട്ട് ബിയറും മിക്കും കൂടെ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാമെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് പുമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാണ്. ആ ടൈമിന് പീമ് എഴുന്നേറ്റിട്ട് വേണ്ട ഞാൻ പൊക്കോളാം, നിങ്ങളിവിടെ നിന്നോളാൻ പറഞ്ഞിട്ട് പീമ് അവൻ്റെ ബാഗ് എടുക്കാൻ നിൽക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആ ഒരു ടൈമിന് പുമ്മാണെങ്കിൽ നിങ്ങളെന്താ വിളിച്ചിട്ട് വരാത്തേന്ന് ചോദിച്ചപ്പോൾ ബിയറും മിക്കും ഞങ്ങൾ സാധാരണ വിളിച്ചിട്ടല്ലല്ലോ വരാറ്, അല്ലാതെ അല്ലേ വരുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ ആയിട്ട് അങ്ങനെ ഗെയിം കളിക്കാൻ തുടങ്ങുകയാണ്.
ഇതേ ടൈമിൽ ഭീമാണെങ്കിൽ ആ അപ്പാർട്ട്മെൻറ്റിന് താഴെയുള്ള സ്വിമ്മിംഗ് പൂളിൽ അവിടെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവൻ പുമ്മിന് മെസ്സേജ് അയക്കാണ്. മെസ്സേജ് അയച്ചിട്ട് നിൻ്റെ ഫ്രണ്ട്സ് പോയോ, ഞാൻ എൻ്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി, എൻ്റെ ബാഗ് നിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാമെന്ന് പറയാണ്. ആ ടൈമിന് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന പുമ്മ് ആ ഒരു മെസ്സേജ് കണ്ടിട്ട് ഭീമിൻ്റെ അടുത്ത് നീ വെയിറ്റ് ചെയ്യാൻ പോവാണെന്ന് വെച്ചപ്പോൾ ഭീം അതെങ്ങനെ വെയിറ്റ് ചെയ്യാൻ പോവാണ്, കാരണം എനിക്ക് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ള അസൈൻമെൻറ്റ് അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടെന്ന് അറിയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ പുമ്മാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഗെയിം കളിച്ചിട്ട് ആ ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ടയേർഡായി, നമുക്ക് അടുത്ത ഗെയിം പിന്നെ കളിക്കാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് മിക്കാണെങ്കിൽ പക്ഷേ നമ്മൾ രാത്രി മൊത്തം ഉണർന്നിരുന്ന് എപ്പോഴും കളിക്കുന്നതല്ലേ, പിന്നെന്താ ഇന്ന് നീ ടയേർഡായെന്ന് ചോദിച്ചപ്പോൾ പുമ്മ് എനിക്കറിയില്ല, ഇന്ന് ഞാൻ ടയേർഡാ, അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് നമുക്ക് രാത്രി ഫുള്ളിരുന്ന് കളിക്കാമെന്ന് പറയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് സമ്മതിച്ചിട്ട് അവൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ് പോയെന്ന് ഉറപ്പുന്നതും അവൻ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭീമിൻ്റെ അടുത്തേക്ക് എന്ന ശേഷം നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ, എൻ്റെ ഫ്രണ്ട്സ് പോയി എന്ന് പറയാണ്. ആ ടൈമിന് നേരത്തെ അറിയാതെ ആക്സിഡൻറ്റ് കിസ്സായതിൻ്റെ കാര്യം കൂടെ ആയിട്ട് അവൻ സോറി ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവരും തമ്മിൽ ഐ കോണ്ടാക്റ്റ് ആവുകയാണ്. എന്നിട്ട് പെട്ടെന്ന് പുമ്മാണെങ്കിൽ നിനക്ക് എങ്ങനെ എൻ്റെ അടുത്ത് ദേഷ്യം തോന്നാനാ, നീ എൻ്റെ വേലക്കാരനല്ലേ, വന്ന് എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് നടന്നു പോവാണ്. അങ്ങനെ ഭീമും എൻ്റെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ റൂം ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭീമ് വേറെ ജോലിയൊന്നുമില്ലല്ലോ ഞാൻ പൊക്കോട്ടെ എന്ന് വെച്ചപ്പോൾ പുമ്മ് അവന് വേണ്ടിയിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഭീമ് എനിക്ക് കുക്ക് ചെയ്യാൻ ഇറങ്ങിയോട്ടെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാമെന്നുള്ളതല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുക്ക് ചെയ്ത ഫുഡ് നീ കഴിച്ചു നോക്കിയതുമല്ലേ, പിന്നെ എന്തിനാ എന്നെ കൊണ്ട് വീണ്ടും കുക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉമ്മാണെങ്കിൽ ഫ്രിഡ്ജിൽ എന്തൊക്കെയോ സാധനം ഇരിപ്പുണ്ട്, ഇപ്രാവശ്യം നീ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി നോക്ക്, നിന്നെ കൊണ്ട് പറ്റൂന്ന് പറഞ്ഞിട്ട് അവൻ അടുക്കളയിലോട്ട് പറഞ്ഞു വിടാണ്. അങ്ങനെ ഭീമ് എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നുണ്ട്, അത് പുമ്മ് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യാണ്. അങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം അതുകൊണ്ട് ടേബിൾ വെച്ചിട്ട് ഭീമ് എനിക്കിത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, കിച്ചണിൽ അതിനുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാനായിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ പുമ്പെടുത്ത് കഴിക്കുകയാണ്. അത് കഴിച്ചിട്ട് ഒരു റിയാക്ഷനും കാണിക്കാതെ ഭീമിൻ്റെ അടുത്തെടുത്ത് കഴിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഭീമ് കഴിച്ചതും വായിക്കാത്ത വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു, ഭയങ്കര ഉപ്പായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഈ സാധനം നീ എങ്ങനെയാണ് തിന്നത്, ഞാനിത് കൊണ്ട് കളയാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ആ ഫുഡ് കൊടുത്തുകൊണ്ട് എഴുന്നേക്കാൻ പോവാണ്. പെട്ടെന്ന് ഭീമിൻ്റെ തടങ്ങിയിട്ട് പുമ്മാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവനത് കഴിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവൻ സാധാരണ എറിഞ്ഞ് കളയുന്നതാണ്, എന്നാൽ ഭീമിൻ്റെ അടുത്ത് അവൻ എന്തോ ഒരു അട്രാക്ഷൻ തോന്നി തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഭീം ഉണ്ടാക്കിയ ഫുഡ് അവൻ കളയാതെ കഴിക്കുന്നത്. അങ്ങനെ പുമ്മിത്തിരുന്ന് കഴിക്കുന്നത് ഭീമ് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം കഴിച്ചാനായിട്ട് ഭീമ് പാത്രമൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു ടൈമിൽ പുമ്മ് അവൻ്റെ പാവക്കുട്ടീനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ടി വി കാണാണ്. അങ്ങനെ പാത്രം കഴുകി കഴിഞ്ഞിട്ട് ഭീമും പുമ്മിൻ്റെ അടുത്തേക്ക് വന്നിരുന്നത് ടി വി കാണാണ്. അതിനുശേഷം കാണിക്കുന്ന കുറേ സമയം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭീമ് അവിടെ സോഫയിൽ തന്നെ കിടന്നുറങ്ങായിരുന്നു. പെട്ടെന്ന് അവനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാണ്. നോക്കിയപ്പോൾ അവിടെ പുമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവനവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ പുമ്മ് സുഖമായിട്ട് അവൻ്റെ ബെഡിൽ കിടന്നുറങ്ങാണ്. പെട്ടെന്ന് ഭീമ് എന്നെ അവിടെ സോഫയിൽ ഒറ്റയ്ക്കിട്ടിട്ട് നീ ഇവിടെ സുഖമായിട്ട് വന്ന് കിടക്കണില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു തലേണെടുത്ത് പുമ്മിൻ്റെ നേർക്കെറിയാണ്. എന്നാൽ പുമ്മ ഉറക്കത്തിലായിരുന്നതുകൊണ്ട് തന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു തലേണ അവൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ട് വീണ്ടും തിരിഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ ഭീമ് ദേഷ്യത്തിൽ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. എന്നാൽ ശരിക്കും പുമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവൻ ഉണർന്ന് കിടക്കായിരുന്നു. ഭീമ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പുമ്മ് കണ്ണുറന്ന് അവനെ നോക്കുകയാണ്. എന്നിട്ട് പുമ്മ് അവർ നേരത്തെ ടി വി കണ്ടുകൊണ്ടിരുന്നൊരു കാര്യം ആലോചിക്കുകയാണ്. അവർ നേരത്തെ ടി വി കാണുന്ന ടൈമിന് ഭീമാണെങ്കിൽ കണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിന് ഭീമിനെ പുമ്മ് അവൻ്റെ തോളിലേക്ക് ചാങ്ങി കിടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഭീമാണെങ്കിൽ ബ്ലഷ് ആവുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് പാർട്ട് 1 ഞാനിവിടെ എൻഡ് ആക്കാണ്. പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.